കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് ഏവർക്കും ഒരു അനുഗ്രഹമാകുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. പ്രാർത്ഥനയോടെ സന്ദേശം സ്വീകരിച്ചാൽ രുത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത് വാക്യം. അതിനെ അവൻ, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കയില്ല എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യും. രുത്തിന്റെ പുസ്തകം നമുക്ക് ഏവർക്കും പരിചിതമാണ്. നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുന്ന അനേക ചിന്തകൾ ഈ പുസ്തകത്തിനകത്ത് മറഞ്ഞു കിടപ്പുണ്ടെന്നുള്ളത് സത്യമാണ്. എന്നാൽ നമുക്കറിയാം, ഒരു വീണ്ടെടുപ്പുകാരൻ്റെ വിലയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പിനെ കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ സ്തോത്രം വിശദീകരിച്ചൊരു പുസ്തകമാണ് രുത്തിന്റെ പുസ്തകം. ന്യായാധിപന്മാരുടെ കാലഘട്ടം, അതായത് ഗിദെയോന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് ബൈബിൾ ചരിത്രം ഇതിനെ വിശദീകരിക്കുന്നത്. ബത്ലഹേം എന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു കുടുംബം, ബത്ലഹേമിനായ എലിമേലക്ക്, നവോമി, മഹ്ലോൻ, കില്യോൻ എന്നീ തുടങ്ങുന്ന 4 പേരടങ്ങുന്ന ഒരു കുടുംബം ശാപത്തെ പ്രതി മോവാബിലേക്ക് വഴിമാറുകയും അവിടെ വെച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കുന്ന നഷ്ടങ്ങൾ, 3 ആണുങ്ങൾ ഒരു വീട്ടിൽ മരണപ്പെടുന്നു. സ്തോത്രം. ഒരു മരുമകളായ ഓർപ്പ അവളുടെ വീട്ടിലേക്ക് തിരികെ പോകുന്നു. അത് സ്തോത്രം. രൂത്തിനോട് പോകാൻ അമ്മായിയമ്മയായ നവോമി പറയുമ്പോൾ രൂത്ത് പറയുന്നുണ്ട്, ഞാൻ പോകുന്നില്ല, നീ പോകുന്നിടത്ത് ഞാനും വരും. നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. മരണത്തല്ല നമ്മെ തമ്മിൽ വേർപിരിപ്പാൻ കഴിയത്തില്ലെന്നുള്ള ഒരു ഉടമ്പടിയോടുകൂടെയാണ് രൂത്ത് നവോമിയുടെ പിറകിലെ യാത്ര ചെയ്ത് യെരുശലേമില്ലെങ്കിൽ ബത്ലഹേമിൽ എത്തുന്നത്. ക്ഷാമത്തിലാണ് ഇവർ പോയതെങ്കിൽ തിരികെ വരുന്നത് യവക്കൊയ്ത്തിന്റെ ആരംഭത്തിങ്കിൽ ഇവർ തിരികെ വരുവാൻ തക്കവണ്ണം ഇടവന്നു. എന്നാൽ ഒറ്റപ്പെട്ടും ഏകാന്തതയിലേക്കും വഴിമാറിയ രൂത്തിനെ സ്തോത്രം ഒരു ദൈവ പദ്ധതിയിലേക്ക് നടത്തിയ അനുഗ്രഹീത ചിന്ത നവോമിയുടെ ഹൃദയത്തിനകത്ത് ഉരുത്തിരിഞ്ഞു വന്നു. അതിന് കാരണമായ ഒരു വ്യക്തിയാണ് ബോവസ് എന്ന മനുഷ്യൻ. ഒരു വീണ്ടെടുപ്പുകാരൻ, അവരുടെ മുറപ്രകാരം വീണ്ടെടുക്കുവാൻ കഴിയുന്ന വേറൊരാൾ ഉണ്ടെങ്കിലും അവർ അതിന് തയ്യാറാകാത്തത് കൊണ്ട് ബോവസിലേക്ക് ആ വിഷയം വന്നു ചേരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്ന് നമുക്കറിയാം ആ ഭാഗം. ഒരു ദിവസം വൈകുന്നേരം കുളിച്ച് സ്തോത്രം തൈലം പൂശിയ രൂത്ത് സ്തോത്രം ബോവസ് കിടക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് കിടക്കുകയും അവൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടന്നുറങ്ങുന്ന സ്തോത്രം രൂത്തിനെ നമുക്ക് കാണുവാൻ തക്കണം. അക്ഷരീകമായിട്ട് നമുക്കത് വിശ്വസിക്കാൻ കഴിയത്തില്ലെങ്കിലും പലപ്പോഴും അത് ആത്മീയ ചിന്തയിലേക്ക് നമ്മൾ വഴിമാറുന്ന സമയത്ത് വലിയ ദൈവപ്രവൃത്തിയുടെ ആഴം നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ബോവസ് എന്ന അക്ഷരീകമായ ഒരു മനുഷ്യൻ രൂത്തിന്റെ പുസ്തകത്തിൽ ഒരു സ്ത്രീയെ വീണ്ടെടുക്കുന്നുവെങ്കിൽ അതിനേക്കാൾ എത്രയോ ആഴമുള്ളതാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം തയ്യാറായത്. യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ നാം ആ വീണ്ടെടുപ്പിനോട് അടുത്തപ്പോഴാണ് ആ വീണ്ടെടുപ്പ് നമ്മളിലേക്ക് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടവന്നതെങ്കിൽ ഇവിടെയും അതൊരു വിഷയ പ്രവൃത്തിയായിട്ട് തന്നെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ആ പ്രവൃത്തികൾക്ക് ശേഷം അമ്മായിയമ്മയായ നവോമി രൂത്തിനോട് പറയുന്നൊരു വാചകമാണ് നമ്മൾ വായിച്ചത്. എന്തുവാ? അതിന് അവൾ, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല. 2 ചിന്തകൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ ഒരു മറുപടി, ഇതിനകത്ത് എന്ത് വിഷയമാണ്, എന്താണ് ഇതിന്റെ തീരുമാനം എന്ന് അറിയുവോളം നീ അനങ്ങരുത്. 2, ഈ പ്രവൃത്തിക്ക് ശേഷം അയാൾക്ക് ഇനി സ്വസ്ഥമായിരിക്കാൻ കഴിയത്തില്ല. അയാൾ ഇതിൻ്റെ മേലൊരു പ്രവൃത്തി അയക്കപ്പെട്ടിരിക്കും. 2 ചിന്തകൾ ശ്രദ്ധിക്കണം എന്ന് കേൾക്കുന്ന ദൈവമക്കളെ. ഇന്ന് പ്രഭാതത്തിൽ ഈ ചിന്തകൾ നിങ്ങളോട് കൈമാറുന്ന സമയത്ത് മൗനമായിരിക്കുക. ഇതൊരു ദൈവപ്രവൃത്തിക്കായി നിങ്ങൾ കാത്തിരിക്കുക. ദൈവം ഈ വിഷയത്തിന്റെ മുമ്പിൽ മൗനമാകത്തില്ല, സ്വസ്ഥമായിരിക്കത്തില്ല. നീ ഒരു പ്രയാസത്തിന് മുമ്പിലാണ് ഇന്ന് പ്രഭാതത്തിലായിരിക്കുന്നുവെങ്കിൽ ആ വിഷയത്തിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കുവോളം ദൈവം ഇന്ന് പകലിൽ സ്വസ്ഥമായിരിക്കുകയില്ല. അവന്റെ പ്രവൃത്തി നമുക്കായി വെളിപ്പെടുകയാണ്. ആ പ്രവൃത്തി ദൈവം ചെയ്യുവോളം നമ്മൾ അനങ്ങാതിരിക്കുക, നമ്മൾ മൗനമായിരിക്കുക, ഒരു ദൈവപ്രവൃത്തിക്കായി ആഗ്രഹിക്കുക. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ കാത്തിരിക്കുകയാണ്. ഒരു മാനുഷിക ഇടപെടലിന് വേണ്ടിയല്ല, പകരം ഒരു ദൈവമഹത്വം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അവിടെ നിന്ന് വെളിപ്പെടുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്താട്ട് മഹത്വം അംഗീകരിക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.